ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കലാണ്. Figure shows a uniform meter rule placed on a fulcrum at its midpoint O and having a weight 40 gf at the 10 centimeter mark and a weight of 20 gf at the 90 centimeter mark. Is the meter rule in equilibrium? If not, how will the rule turn? How can the rule be brought in equilibrium by using an additional weight of 40 gf? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇതാണ് ഒരു യൂണിഫോം മീറ്റർ സ്കെയിൽ. യൂണിഫോം മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്ററിന്റെ ഒരു സ്കെയിൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 0 to 100 സെന്റിമീറ്റർ വരെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നത് ഈ 50 സെന്റിമീറ്റർ, അതായത് ഈ പോയിന്റ് ആണ് O. 50 സെന്റിമീറ്ററിലാണ് അത് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് അഡീഷണൽ വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 സെന്റിമീറ്ററിൽ ഒരു 40 GF-ഉം 90 സെന്റിമീറ്ററിൽ ഒരു 20 GF-ഉം ആണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈസ് ദ മീറ്റർ റൂൾ ഇൻ ഇക്വിലിബ്രിയം? ഇതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെയിറ്റ് 40 GF കാരണം ഇവിടെ ഒരു മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇതാണ് വെയിറ്റ്. ഈ 40 GF എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യാം, അതായത് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇവിടുന്ന് ഈ സെന്ററിലേക്ക്, അതായത് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇവിടെ കൈ വെച്ച് നമ്മൾ ഇതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതേപോലെ തന്നെ ഈ 20 GF ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഈ ഒരു സെന്ററിലോട്ട് കൈ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. അപ്പൊ ഇവിടെ രണ്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്, ഒരെണ്ണം ക്ലോക്ക് വൈസും ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അപ്പൊ നമുക്ക് ഇതിനെ ഈ വെയിറ്റ് 40 GF-നെ നമുക്ക് W1 ലേബൽ ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് L1 ലേബൽ ചെയ്യാം. ഈ ഒരു വെയിറ്റ് നമ്മൾ W2 ലേബൽ ചെയ്യുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് L2. In equilibrium, according to the principle of moments, എന്താ പറയണ? In equilibrium, sum of anti-clockwise moments should be equal to sum of clockwise moments. അപ്പൊ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? W1 into L1. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഈ W1 into L1 ആണ്. സോ W1 into L1 should be equal to W2 into L2. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ W1 എത്രയാണ്? ഇവിടെ 40 GF ഇൻറ്റു L1 ഈ ഡിസ്റ്റൻസ്. ഇതിപ്പോ 10 സെന്റിമീറ്ററിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഈ 50 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. സോ 40 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു W2. ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന വെയിറ്റ് 20 GF ആണ്. സോ 20 GF ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 തൊട്ടിട്ട് 90 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ 40 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് 1600 GF സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് 800 GF സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം ദ മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ മീറ്റർ റൂൾ ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സ് കൂടുതലാണ് ക്ലോക്ക് വൈസ് മൊമെന്റ്സിനേക്കാളും. ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആകെ കൂടി എത്രയുള്ളൂ? 800 GF സെന്റിമീറ്റർ ഉള്ളൂ. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് 1600 GF സെന്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ നമ്മളുടെ അടുത്ത് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് നോ, ദ റൂൾ ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ, ബൈ ആഡിങ് ആൻ അഡീഷണൽ വെയിറ്റ് ഓഫ് 40 GF. 40 GF ഇനി എവിടെ വെച്ചാലാണ് ഇപ്പൊ ഈ ഒരു റൂള് ബാലൻസ് ആവുക? ഇപ്പൊ ഇത് എവിടേക്കാ ഹാങ് ചെയ്തിരിക്കുന്ന? ഈ ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസാ. അപ്പൊ ഈ ഒരു ഇതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇതാണ് ഒരു യൂണിഫോം മീറ്റർ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇവിടെയാണ് അത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എവിടേക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. കാരണം ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ നമ്മളൊരു അഡീഷണൽ വെയിറ്റ് ഓഫ് 40 GF ഇവിടെ ഇട്ടിട്ട് ഇതിനെ ഹൊറിസോണ്ടൽ ആക്കണം, അതായത് ഇക്വിലിബ്രിയത്തിലാക്കണം. അപ്പൊ അഡീഷണൽ വെയിറ്റ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്താണ്. അത് എങ്ങനെ മനസ്സിലായി നമുക്ക്? കാരണം ആ ഭാഗത്താണ്, ഇവിടെയാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് കുറവ്. അപ്പൊ അവിടെയാണ് അഡീഷണൽ വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്യേണ്ടത്.
അപ്പോൾ അഡീഷണൽ വെയിറ്റ് ഓഫ് എത്ര 40 GF. ഈ ഭാഗത്ത് എവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ L2. ഇവിടെ ഒരു അഡീഷണൽ വെയിറ്റ് നമ്മൾ 40 GF. ഇവിടെ ഒരു അഡീഷണൽ വെയിറ്റ് എത്ര 40 GF നമ്മൾ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു അഡീഷണൽ വെയിറ്റിന് നമ്മൾ W3 ആണെന്ന് എഴുതി. ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ L3 എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ എന്താ മാറ്റം വരുന്നത്? അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ W3 into L3 എന്നും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ W3 into L3 എന്ന് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിനകത്ത് പ്ലസ് എന്തും കൂടി വരും W3 എന്താ വെയിറ്റ് 40 GF. അറിയില്ല നമുക്ക് എവിടെ കൊണ്ടുവന്ന് ഇത് ഹാങ് ചെയ്യണമെന്ന് അറിയില്ല L3. അപ്പൊ ഇവിടെ പ്ലസ് 40 L3. ഈ 1600 മൈനസ് 800 നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും 40 L3 കിട്ടും. ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 800 is equal to 40 L3 കിട്ടും. or L3 is equal to 800 divided by 40. 0 കട്ടായി പോയി. പിന്നെ ഇവിടെ എത്ര കിട്ടും 20. സോ നമുക്ക് L3 എത്ര കിട്ടി 20 സെന്റിമീറ്റർ. അപ്പൊ 20 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു 50 സെന്റിമീറ്ററിലാണ് ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ആ 50 സെന്റിമീറ്ററിന് ശേഷം 20 സെന്റിമീറ്റർ അകലെ, അതായത് ഈ 40 GF ഞാൻ എവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്യണം? ഈ ഒരു 70 സെന്റിമീറ്റർ മാർക്കിൽ വേണം ഹാങ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മളുടെ അടുത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റിനും ആൻസർ ആയി. അപ്പൊ അഡീഷണൽ വെയിറ്റ് ഓഫ് 40 GF എവിടെ ഹാങ് ചെയ്യണം? അറ്റ് 70 സെന്റിമീറ്റർ മാർക്കിൽ ഹാങ് ചെയ്താൽ ദ റൂൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം.